ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങി. റിപ്പോർട്ടിലെ മൊഴികളും തെളിവുകളും SIT പരിശോധിക്കും. അന്വേഷണ സംഘത്തിലെ DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് പരിശോധിക്കുക. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ SIT തീരുമാനിക്കും. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നേരത്തെ അന്വേഷണ സംഘത്തിനുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഈ വർഷങ്ങൾക്ക് മുൻപുള്ള ആരോപണങ്ങളിലൊക്കെ തെളിവ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇനി കൃത്യമായ തെളിവുകളും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ തുടർ നടപടികൾ? അതിവേഗം തന്നെ നടപടികളിലേക്ക് കടക്കില്ലേ ഈ അന്വേഷണ സംഘം? തീർച്ചയായിട്ടും ശ്രുതി തുളസി, കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് പിന്നാലെ ഒട്ടനവധി നടികൾ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം വരെ 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധമുള്ളതല്ല. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് ആണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുക. അതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മൊഴികൾ, അതുപോലെ തന്നെ ഇത് ആർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകുക. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും വളരെ നിർണായകമായിരിക്കും. കാരണം ഈ മൊഴികളിൽ വ്യക്തമായിട്ട് ആരോപണ വിധേയരുടെ പേരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 23 കേസുകൾ എടുത്തതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി മുന്നോട്ട് പോകുന്നതും കേസ് എടുക്കുന്നതും. കാരണം ഹൈക്കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എടുത്തു ചാടി ഈ കേസുമായി മുന്നോട്ട് പോകരുത്, വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഒരു രഹസ്യ അന്വേഷണമായിട്ടുള്ള ഒരു സ്വഭാവം എന്തായാലും ഈ അന്വേഷണത്തിൽ ഉണ്ടാവണം. മാത്രമല്ല മാധ്യമങ്ങളുമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പങ്കുവെക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് മേധാവിയുള്ള വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണം നടക്കുക. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹൈക്കോടതി. എന്തുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നേരിടുന്ന ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇത്രയും 4.5 വർഷം എന്തുകൊണ്ട് സർക്കാർ മിണ്ടാതിരുന്നു എന്നുള്ള അടക്കമുള്ള വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനോടനുബന്ധിച്ചാണ് എത്രയും വേഗം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ട് വന്ന് 23 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഒട്ടനവധി ആരോപണങ്ങൾ വന്നു. പലരും ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യം അടക്കമുള്ളവ നേടിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. ഈ മൊഴികൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇനിയും ഈ മൊഴികൾ നൽകിയവരെ വീണ്ടും വിളിച്ച് അവരുടെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തിയായിരിക്കും ഈ കേസുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. കഴിഞ്ഞ ദിവസം അടക്കം വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം കൂടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതിന്റെ തെളിവുകൾ വ്യക്തമായിട്ട് ശേഖരിക്കണം. കാരണം വർഷങ്ങൾക്ക് മുന്നേയുള്ള കേസുകളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം. ആരോപണ വിധേയരെ അടക്കമുള്ളവർ വിളിച്ച് ഇവരുടെ എന്തായാലും മൊഴികൾ രേഖപ്പെടുത്തും. മറ്റൊന്ന്, ഹൈക്കോടതി മുന്നോട്ട് വെച്ചുള്ള പ്രധാന കാര്യമുണ്ട്, ഈ മൊഴി രേഖപ്പെടുത്തിയവരും ആരോപണ വിധേയരും അവരുടെ സ്വകാര്യത കൂടി മാനിക്കണം. അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ തന്നെ മുഖ്യമന്ത്രിയെ WCC അംഗങ്ങൾ നേരിട്ട് കണ്ടിരുന്നു. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത മാനിക്കണം, അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല. ഈ കാര്യം കൂടി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ശ്രുതി തുളസി. അരുൺ സോളമൻ, ഇതിൽ അരുൺ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് മിക്കതും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പലതും ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്വീകരിക്കേണ്ട ഒരു തുടർ നടപടികൾ SIT തീരുമാനിക്കുമ്പോൾ അതിൽ വലിയ ഒരു വെല്ലുവിളി തന്നെ ഇപ്പോൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യം ഒരു ഹൈക്കോടതിയെ അറിയിക്കും. അതിലെങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു തീരുമാനങ്ങൾ, കാര്യങ്ങൾ, തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടാവുക? തീർച്ചയായിട്ടും ശ്രുതി തുളസി, കാരണം ഹൈക്കോടതി പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് SITക്ക് എത്രയും വേഗം കൈമാറണം. അതിനോടനുബന്ധിച്ച് തന്നെ സർക്കാരിന് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയുണ്ട്. SIT എന്താണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്, അത് സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം സർക്കാർ എന്തായാലും ഹൈക്കോടതിക്ക് നൽകണം. ഹൈക്കോടതിക്ക് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പരിശോധിക്കുന്നത്. നിലവിൽ മുദ്രവെച്ച കവറിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ ഗവൺമെന്റ് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് എന്തായാലും ഹൈക്കോടതി ഇതുവരെയും തുറന്നു നോക്കാതെ തന്നെ അതേപടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം ഇനി അതിന്റെ മുന്നോട്ടുള്ള അതിനെ നോക്കി പരിശോധിച്ച് എന്തായാലും ഇതിന്റെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ ഒരു എടുത്തുചാട്ടം പാടില്ല എന്ന് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം വളരെ പല വ്യക്തികളുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊഴികൾ എന്തായാലും അതിലൊരു രഹസ്യാന്വേഷണ സ്വഭാവം എന്തായാലും ഈ അന്വേഷണത്തിനുണ്ടായിരിക്കണം. അത് എന്തായാലും SIT
പാർട്ടി എന്തായാലും ആ ഒരു സ്വഭാവം പുലർത്തി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കാരണം ഇതിൽ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പല വിവാദങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം പോക്സോ കേസ് ഉണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ട് 4.5 വർഷം എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അതുകൊണ്ട് തന്നെ വളരെ വിവാദങ്ങൾ, നമ്മൾ ആരാധിക്കുന്ന പല താരങ്ങളും ഇതിൽ ഉണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. കാരണം ഈ മൊഴികൾ എന്തായാലും കൃത്യമായിട്ട് പരിശോധിക്കും. SITക്ക് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ മൊഴികൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഈ മൊഴികൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആവശ്യമുണ്ട്. അപ്പോൾ തെളിവ് ശേഖരിക്കൽ തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. തെളിവുകൾ ശേഖരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോപണ വിധേയർക്കെതിരെ കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും കേസെടുക്കും. അതിന് പുറമെ ഈ ലൈംഗിക ചൂഷണത്തിന് അപ്പുറം മറ്റ് തരത്തിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപ്പെട്ടുള്ള വകുപ്പുകളായിരിക്കും കേസെടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ശ്രുതി തുളസി. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.